ഫ്രണ്ട്സുകളില്ലാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ ആത്മാർത്ഥമായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സുകളുള്ളവർ കുറവായിരിക്കും. അങ്ങനെയുള്ള രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കഥ കേൾക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പപ്പുവിന്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. സ്കൂളിലേക്ക് വന്ന അവനെ ക്ലാസ്സിലെ കുട്ടികൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഇതിനു കാരണം അവന്റെ ദേഹത്തെ കൂർത്ത മുള്ളുകളായിരുന്നു. തനിച്ചിരിക്കുന്ന അവനെ പുഞ്ചിരി കൊണ്ട് ഹായ് കൊടുത്തത് അണ്ണാൻകുഞ്ഞ് ലില്ലിയാണ്. സ്കൂൾ ബസ്സിൽ പോലും ഒരാളും അവനെ കൂടെ ഇരുത്തുന്നില്ല. പപ്പു മാറി ഒറ്റയ്ക്കിരിക്കുന്നു. ഇതെല്ലാം ലില്ലി ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് കണ്ട് അവരോടൊപ്പം കളിക്കാനായി നിന്നപ്പോൾ ബോൾ അവന്റെ കൂർത്ത മുള്ളിൽ കൊണ്ട് കാറ്റുപോയി. അവനെ ഒന്ന് ഊഞ്ഞാലാട്ടാൻ പോലും അവന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പേടിയായിരുന്നു. മുള്ളെങ്ങാനും കയ്യിൽ കൊണ്ടാലോ? അവന്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി ലില്ലി ബസ്സിൽ അവനെ തന്റെ കൂടെ ഇരുത്തി. എന്നാൽ ഒരു ബ്രേക്കിൽ അവന്റെ മുള്ള് ലില്ലിയുടെ മുഖത്ത് കൊണ്ട് മുറിയായി. അവൻ അവിടെ നിന്നും മാറിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകവേ ഒരു ക്രിസ്മസ് ദിവസം ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന അവൻ കാണുന്നത് തന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവിടെ അവനായി കാത്തു നിൽക്കുന്നതാണ്. അപ്പോൾ ലില്ലി അവന് നേരെ ഒരു ഗിഫ്റ്റും നീട്ടുന്നു. ആകാംക്ഷയോടെ പപ്പു ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ പഞ്ഞികളായിരുന്നു. അവനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ലില്ലി അതിലെ ഒരു പഞ്ഞിയെടുത്ത് പപ്പുവിന്റെ കൂർത്ത മുള്ളുകളിൽ കുത്തുവെച്ചു. മറ്റു കുട്ടികളും ഇതുതന്നെ ആവർത്തിച്ചു. പപ്പുവിന്റെ കൂർത്ത മുള്ളുകളിൽ ഇപ്പോൾ പഞ്ഞിയുള്ളത് കൊണ്ട് അവന്റെ മുള്ളു തട്ടി ആർക്കും പരിക്കുണ്ടാകില്ല. ഇതുതന്നെയായിരുന്നു അവർക്കും വേണ്ടിയിരുന്നത്. എന്നിട്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ പപ്പുവിനെ ഹഗ് ചെയ്യുന്നു. അടുത്ത സ്റ്റോറി കേൾക്കുന്നതിന് മുൻപ് പപ്പുവിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും കൂട്ടുകാർ മറക്കരുത്. ഒരു കൂട്ടം പക്ഷികൾ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൂച്ചക്കുഞ്ഞ്, പപ്പിക്കുഞ്ഞ്, എന്തിന് മനുഷ്യക്കുഞ്ഞിനെ പോലും ഈ പക്ഷികൾ കൊടുക്കുന്നു. എന്നിട്ട് അവർ തിരിച്ച് ആകാശത്തിലേക്ക് പോകുന്നു. അവിടെ മേഘങ്ങൾക്കിടയിൽ ഒരുപാട് മേഘ അപ്പൂപ്പന്മാരുണ്ട്. അവരാണ് ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കുന്നവർ. അവർ വളരെ സന്തോഷത്തോടെ നല്ല ക്യൂട്ടായ മനുഷ്യക്കുഞ്ഞിനെയും പപ്പിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും എല്ലാം മേഘങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നു. എന്നാൽ ഇവർക്കെല്ലാം താഴെയായി ഒറ്റപ്പെട്ട് ഒരു മേഘമുണ്ട്, സുസു. അവൻ മറ്റു മേഘങ്ങളെ അപേക്ഷിച്ച് ഇരുണ്ട മേഘമാണ്, എന്ന് വെച്ചാൽ നമ്മുടെ കാർമേഘം പോലെ. അവനും മറ്റു മേഘങ്ങളെ പോലെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരു മുതലക്കുഞ്ഞിനെ കിട്ടി. അങ്ങനെ അവൻ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ടൂട്ടോ അവിടേക്ക് വരുന്നത്. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട സന്തോഷമെല്ലാം സുസു അവിടെ പ്രകടിപ്പിക്കുന്നു. ടൂട്ടോ തനിക്ക് ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും തരാൻ ചോദിച്ചപ്പോൾ സുസു താൻ നേരത്തെ ഉണ്ടാക്കിയ മുതലക്കുഞ്ഞിനെ കൊടുത്തു. മുതലക്കുഞ്ഞ് കാണുന്നത് പോലെ അത്ര കുട്ടിയായിരുന്നില്ല. ടുട്ടോ ആ മുതലക്കുഞ്ഞിനെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി. ഇത് ആദ്യമായിട്ടുള്ള സുസു ടുട്ടോക്ക് ഇങ്ങനെയുള്ള ജീവികളെ കൊടുക്കുന്നത്. സുസു എങ്ങനെയൊക്കെ നല്ല ജീവികളെ ഉണ്ടാക്കാൻ നോക്കിയാലും മുട്ടുന്ന ആടുകളും മുള്ളം പന്നികളുമാണ് ഉണ്ടാകുന്നത്. ടുട്ടോക്ക് മറ്റു മേഘങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. എന്നാൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ വിട്ടുപോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ അതെല്ലാം സഹിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുസു ടുട്ടോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ഷാർക്കിനെയാണ്. അതിനെ കണ്ടയുടനെ ടുട്ടോ മുകളിലെ മേഘത്തിന്റെ അടുത്തേക്ക് പോയി. ഇത് കണ്ട് സുസുവിന് വളരെ സങ്കടമായി. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ ദേ അവിടേക്ക് നമ്മുടെ ടുട്ടോ വന്നിരിക്കുന്നു. അവന് ആ മേഘത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഹെൽമറ്റും സേഫ്റ്റി ജാക്കറ്റും ഇട്ടിട്ട് ഇനി നീ എത്ര ഷാർക്കിനെ വേണമെങ്കിലും എനിക്ക് തന്നോളൂ എന്ന് പറയുന്നു. സുസുവിന് സന്തോഷവും സ്നേഹവും കൊണ്ട് ടുട്ടോവിനെ വാരി പുണരുന്നു. എനിക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സുഹൃത്ത് എന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും കൂട്ടുകാർ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.